ബാർകോഴ വിവാദത്തിൽപ്പെട്ട് കെ.എം. മാണിയുടെ രാഷ്ട്രീയ ഭാവി ആടിയുലയുമ്പോൾ മാണിക്കെതിരായ പാലാഴി ടയർ ഫാക്ടറി വിവാദവും സജീവ ചർച്ചാ വിഷയമാകുന്നു. കർഷകരെ രക്ഷിക്കാനായി കോടികൾ സമാഹരിച്ച് ടയർ ഫാക്ടറി നിർമ്മാണം ആരംഭിച്ചെങ്കിലും ദുരൂഹ സാഹചര്യത്തിൽ പദ്ധതി ഇല്ലാതാവുകയായിരുന്നു. വിജിലൻസ് അന്വേഷണത്തിൽ മാണിക്ക് ക്ലീൻ ചിറ്റ് ലഭിച്ചെങ്കിലും പാലാഴിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ തുടരുകയാണ്. കെ.എം. മാണി ചെയർമാനായ പാലാഴി ടയേഴ്സിൽ കേരള കോൺഗ്രസിലെ പ്രമുഖരായിരുന്നു ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ. 1995 രജിസ്റ്റർ ചെയ്ത സ്ഥാപനത്തിനായി പണം സ്വരൂപിക്കുന്നതിന് ഒരു സഹകരണ സംഘം രൂപീകരിക്കുകയും 40 ഏക്കർ സ്ഥലം ഏറ്റെടുക്കുകയും ചെയ്തു. സംസ്ഥാന സഹകരണ ബാങ്കിൽ നിന്ന് കമ്പനിക്ക് വായ്പയും ലഭ്യമായി. എന്നാൽ ദുരൂഹമായ സാഹചര്യത്തിൽ ടയർ ഫാക്ടറി നിർമ്മിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് മാണിയും കൂട്ടരും പിന്മാറി. കമ്പനി വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഭീമമായ തുക ഓഹരിയായി പിരിച്ച ശേഷം ദുർവിനിയോഗം ചെയ്തുവെന്ന് കാട്ടി കെഴുതടിയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോർജ് സി കാപ്പൻ പരാതി നൽകി. തുടർന്ന് നടന്ന അന്വേഷണത്തിനൊടുവിൽ 2009 വിജിലൻസ് മാണിക്ക് ക്ലീൻ ചിറ്റ് നൽകി. ഒരു ടയർ ഫാക്ടറി ഉണ്ടാകാനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. അതിനുവേണ്ടി വിദേശത്ത് പോയി ഒരുപാട് വിദേശ മലയാളികളുടെ പണം സംഭരിച്ചു, ഒരുപാട് ഷെയറുകൾ സംഭരിച്ചു. ഇതെല്ലാം കൂടി കണക്കനുസരിച്ച് തന്നെ ഏതാണ്ട് അന്നത്തെ കണക്കിൽ 30 വർഷം മുമ്പ് 4 കോടി രൂപ അന്ന് കളക്ട് ചെയ്തതായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒടുവിൽ വലവൂരിൽ കമ്പനി ഉടമസ്ഥയിലുള്ള 14 ഏക്കർ സ്ഥലം ജോസ് കെ മാണി MP മുൻകൈയെടുത്ത് കൊണ്ടുവന്ന IIITക്ക് വിട്ടു നൽകി. അവശേഷിക്കുന്ന സ്ഥലം സമീപത്ത് തന്നെ വരാൻ പോകുന്ന ഇൻഫോസിറ്റിക്കായി വിട്ടു നൽകാനാവുമെന്ന പ്രതീക്ഷയിലാണ് കമ്പനി. പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിലും ഭീമമായ വാടക നൽകുന്ന ഗാന്ധിനഗറിലെ കേന്ദ്ര ഓഫീസ് നിലനിർത്തി പോരുകയാണ്. റിപ്പോർട്ടർ, കോട്ടയം.